ഭയങ്കര വേദനയാണ്. നമുക്ക് കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലാണ് ഭയങ്കരമായിട്ട് കുത്തിമറിഞ്ഞ് വേദന വരിക. ഇതിപ്പോൾ ഇരിക്കുമ്പോൾ ഭയങ്കര വേദന, നമുക്കൊരു ആശ്വാസം ഉണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കുത്തിമറിയുന്ന വേദന അത്രയും വലിയ വേദനയാണ്. അപ്പോൾ ഇത് വന്നവർക്ക് നന്നായിട്ട് അറിയാം. വേദനയ്ക്ക് വേറെ മരുന്നൊന്നും ഇല്ല നമുക്ക് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഓയിൽമെന്റ് ഇട്ടിട്ട് തിരുമിക്കാൻ പോവാണ്. മൂത്രത്തികല്ല് വന്ന ഇത്രയും നല്ല വേദനകളുണ്ടോ? മൂത്രത്തികല്ല് വന്നാലേ നല്ല വേദനയല്ല, അത്രയ്ക്ക് അസഹ്യമായ വേദനയാണ്. നമുക്ക് ഈ ഓയിൽമെന്റ് വെട്ടുന്നത് നമ്മളൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ഉള്ളിലെ വേദന മാറാനില്ല. അത്രയും കഠിനമായ ഒരു വേദനയാണ് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഉള്ളിൽ കിടന്ന് ഒരയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന എന്ന് പറയുന്നത് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. അത്രയ്ക്കും കഠിനമാണ് ആ വേദന. ഇതിപ്പോ തിരുമ്മി കഴിയുമ്പോൾ നമുക്ക് പുറത്ത് ഒരു ആശ്വാസം, നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ തിരുമ്മുമ്പോൾ ആ ഓയിൽമെന്റ് ഇടുമ്പോൾ വേദനയ്ക്ക് ഒരു ആശ്വാസം വരുമെന്ന് വിചാരിക്കും നമ്മൾ. പക്ഷെ ഉള്ളിലുള്ള വേദന മാറത്തില്ല, പുറത്തുള്ള തിരുമ്മുമ്പോൾ എല്ലാ വേദന നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് കല്ല് അനങ്ങുമ്പോഴും അത് നമ്മുടെ മൂത്രത്തിന്റെ നാളിയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന വേദനയാണ്. അത്രയ്ക്ക് അസംഖ്യമായ വേദനയാണ് നമുക്ക് ഇത് അനുഭവപ്പെടുന്നത്. അപ്പം നമ്മൾ ഈ ഇരിക്കുന്ന ചെറിയ കല്ലിനെ, അത് ചെറിയ കല്ലോ സൂം ചെയ്ത് കാണിക്കുന്നതാണ്, ആ കല്ലിനെ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കിഡ്നി സ്റ്റോൺ മാറാൻ വേണ്ടി കുടിച്ചുകൊണ്ടിരിക്കുന്ന അതിലിട്ട് വയ്ക്കുകയാണ്. അത് എത്ര മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് പൊടിഞ്ഞ് ഇതാവുന്നുള്ളൊരു ചെക്കിംഗ് ആണ്. കാരണം നമ്മൾ ഇത് കുടിച്ചിട്ട് നമ്മുടെ കിഡ്നിയുടെ സ്റ്റോൺ പോകുന്നതാണ് പറയുന്നത്. 7 ദിവസം കൊണ്ട് തുടർച്ചയായി കുടിക്കാൻ പറയുന്നത്. 4 ദിവസമായി ഞാൻ കുടിച്ചു തുടങ്ങിയിട്ട് എനിക്ക് ചെറിയ മാറ്റങ്ങളുള്ളിൽ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ദിവസത്തേക്ക് ഈ കല്ലൊന്ന് ഇതിലിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നുണ്ടാക്കി രാവിലെ ഞാൻ കുടിച്ചതിൻ്റെ കുറച്ചിട്ട് മാറ്റിയിട്ട് അതിൽ കല്ലിട്ട് വയ്ക്കുകയാണ്. ഈ കല്ല് നമ്മുടെ ഇവിടുത്തെ കല്ലാണ്. ഈ കല്ലിനെ നമുക്ക് കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പോൾ ഈ കല്ലൊന്ന് നമുക്ക് ഇട്ട് വയ്ക്കാം, എന്താണ് സംഭവിക്കുന്നത് കാണുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കല്ല് ഇതിലേക്ക് ഇടാണ്. അതിൽ മുങ്ങി കിടക്കുന്നുണ്ട്, അതിൽ കിടക്കട്ടെ. അത് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് റിസൾട്ട് നോക്കാം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കുക്കിങ്ങിലാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്കിവിടെ വന്നു കഴിഞ്ഞ് 3-ാം ദിവസം കിഡ്നി സ്റ്റോൺ വന്നു. ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു. അപ്പോൾ അങ്ങനെ വിഷമിച്ച് കഴിഞ്ഞിട്ട് നാട്ടിലല്ല, നമ്മൾ UK-ലാണ്. ഒരു മരുന്ന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. അതായത് ഡോക്ടറെ കണ്ട് നമ്മൾ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ഡേറ്റ് കിട്ടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും പല അഭിപ്രായങ്ങളും പല മരുന്നുകളെ പറ്റിയൊക്കെ സംസാരിച്ചു, ഒറ്റമൂലികളെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു സിസ്റ്റർ ആൻറ്റി ഉണ്ട്, റോസം ആൻറ്റി എന്ന് പറയുന്നത്, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്, കേരളത്തിന് പുറത്താണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വിളിച്ച് ആൻറ്റിയോട് പറഞ്ഞു കഴിയുമ്പോൾ ആൻറ്റിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സിസ്റ്റർ അതിനോട് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഒരു സാധനം ഉണ്ടാക്കി കഴിക്കി, ഒരു 7 ദിവസം അല്ലെങ്കിൽ 5 ദിവസം 7 ദിവസം 9 ദിവസം, അത് നമ്മുടെ പെയിൻ കുറയുന്നതനുസരിച്ചിട്ട് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ട് എനിക്കിവിടെ സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കല്ലിൻ്റെ അത്ര വലിപ്പമുണ്ടെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര കഠിനമായ വേദനയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി വെള്ളമൊക്കെ കുടിച്ചു നോക്കി, പക്ഷേ താൽക്കാലികമായ ശമനമുള്ളൂ. പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് വിട്ട് മാറണം എന്ന് കരുതി തന്നെ ഇപ്പോൾ ഏകദേശം 15 ദിവസം കഴിഞ്ഞ് വന്നിട്ട്, അപ്പോൾ ഞാനൊരു 13-ാമത്തെ ദിവസം തുടങ്ങി ഒരു ഒറ്റമൂലി കഴിക്കാൻ തുടങ്ങി. ഇത് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ, ലോകത്തിൽ എവിടെയും കിട്ടുന്ന സാധനം കൊണ്ടാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാനത് ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിനോടൊപ്പം ഞാൻ കഴിക്കുന്ന ആ മരുന്നിനൊപ്പം തന്നെ ആ മരുന്നിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു കല്ല് ഈ ഗ്ലാസ്സിൽ നമ്മളിങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞു കല്ലിട്ടിട്ട്. അപ്പോൾ ഈ കല്ലിൻ്റെ അവസ്ഥ, നമ്മളിപ്പോൾ വീഡിയോ കാണുന്നത് പുതിയ കല്ലാണ്. ഇപ്പോൾ ഈ കല്ലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. കാരണം കല്ല് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ. ഈ കല്ല് നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോൾ
നൈസായിട്ട് ഇതിൽ ചുരണ്ടി പോകുന്നുണ്ട്. കണ്ടോ, ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതും ലയിക്കുന്നുണ്ട്. അപ്പോൾ ഈ കല്ലിട്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കൈമ നിങ്ങൾക്ക് തരി കാണാൻ സാധിക്കും. തരി കണ്ടോ, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കല്ലിട്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയിലുള്ളത് മറ്റൊരു രൂപത്തിലുള്ള കല്ലാണ്. അത് സ്റ്റോണായിട്ട് മാറുന്നതാണ്, അടിഞ്ഞു കൂടിയിട്ട് മാറുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ഈ കല്ലിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹാർഡായിട്ടുള്ള കല്ലിന് എന്തെങ്കിലും മാറ്റം ഇതിലൂടെ അസിഡിറ്റിയിലൂടെ, ഇതൊരു അസിഡിറ്റി ഇതാണ് നമ്മൾ കഴിക്കുന്നത്, അതിലൂടെ മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോൺ അലിഞ്ഞു പോകും എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ അത് പരിശോധിച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ 3-ാം ദിവസമാണ് ഇതിൽ തന്നെ ഇടുകയാണ്. എത്തിയിട്ട് നമ്മുടെ കിഡ്നിയിൽ സ്റ്റോൺ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിൻ്റെ കൂടെ കാണിക്കും, നിങ്ങളെ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഇതിലിട്ട് വയ്ക്കുകയാണ്. ഇതാണ് നമ്മൾ കുടിക്കുന്ന മരുന്ന്. ഓക്കെ, ഈ മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് മരുന്ന് എന്നുള്ളത് ഞാൻ കാണിക്കാം. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആശ്വാസമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. ഇപ്പം ഞാൻ 6 ദിവസമായിട്ട് കുടിച്ചു തുടങ്ങിയിട്ട് 9 ദിവസം കൂടെ കുടിക്കുന്നത്. അപ്പോൾ 9-ാം ദിവസം വീഡിയോ ഞാൻ നിങ്ങളോട് കാണിക്കും. ഇപ്പോൾ ഇന്ന് ഞാനത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സംഭവം എന്നല്ലാതെ അറിയാം. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇന്നലെ രാവിലെ ഉണ്ടാക്കി വെച്ച് 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിത് കുടിക്കേണ്ടത്. ഇതിപ്പോൾ ഒരു മുട്ടയാണ് ഇതിൽ കിടക്കുന്നത്, ഒരു ഫുൾ മുട്ട, നമ്മുടെ ഒരു കോഴിമുട്ടയാണ് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 6-ാമത്തെ ദിവസത്തെ മരുന്നിനുള്ള മുട്ട എടുക്കുകയാണിതാ. ഇതാണ് മുട്ട. നാടൻ മുട്ട വേണം, നമ്മുടെ വെള്ള വൈറ്റ് മുട്ടയല്ല. നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടുന്ന നമ്മുടെ നാടൻ കോഴിയുടെ മുട്ട കിട്ടിയാലാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഈ ബ്രൗൺ കളറിലുള്ള മുട്ടയാണ്. മറ്റേ വൈറ്റ് മുട്ടയും കിട്ടുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇതാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് വൈറ്റ് മുട്ട കൂടി ഉണ്ട്, നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മുട്ടയ്ക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്കെല്ലാം ആവശ്യം. ഇതിപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ മുട്ട. ഇപ്പോൾ ഞാൻ 6-ാമത്തെ ദിവസം കഴിക്കാൻ പോകുന്നത്. 6 മുട്ടയാണ് ഒരു ട്രയൽ വരുന്നത്. 6-ാമത്തെ ദിവസം മുട്ട ഇടാൻ പോകുന്നത്. 5-ാമത്തെ മുട്ട നമ്മൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ രാവിലെ ജ്യൂസ് അടിച്ച് കുടിക്കും, അതുകൂടി നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ഇതെന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മുട്ട ഇതിൽ നമ്മൾ ഇട്ട് വയ്ക്കുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത്. വലിപ്പമുള്ള ഗ്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട മുങ്ങിക്കിടക്കണം, ഒരു മുട്ട അതിൽ മുങ്ങിക്കിടക്കണം. അപ്പോൾ നമ്മൾ ഇത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് 24 മണിക്കൂർ കഴിഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ പോവുകയാണ്. ഇടുമ്പോൾ നിങ്ങളെ കാണിക്കാം എന്താണ് ഇതിൻ്റെ ഇത് നടക്കുന്നത്, ഇതിലെന്താണ് കൂട്ടുന്നുള്ളതും കാണിക്കാം കേട്ടോ. ഇവിടെ ഞങ്ങൾ കുക്കിങ്ങിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. അപ്പോഴാണ് വീഡിയോ എടുത്തിട്ട് ആവാമെന്ന് കരുതിയത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയുടെ കളറ് നമുക്ക് മനസ്സിലായി ഇതെന്നുള്ളത്. ഇപ്പം നമ്മൾ അതിലുള്ള ഇത് ഉള്ളത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുട്ട. ഈ മുട്ട ഇതാ, ഈ മുട്ട നമ്മുടെ മരുന്നിലിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാ ഇതുകളും ഇളകി ഇതാ കണ്ടാ, ഇതെല്ലാം ഇളകി ഇതിലേക്ക് വരും, ഈ നമ്മുടെ മരുന്നിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമുക്കിത്. ഈ മുട്ട ഇങ്ങനെയാണ്. ഇത് പൊട്ടിയാലും കുഴപ്പമില്ല കേട്ടോ, ഇട്ട് വയ്ക്കുമ്പോൾ പൊട്ടിയാലും കുഴപ്പമില്ല. ഗ്ലാസ്സിലിടുമ്പോൾ ഒത്തിരി പൊട്ടി എന്ന രീതിയിൽ പേടിക്കാനൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇളകി എല്ലാം വന്നു. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ഈ മുട്ട ഈ മിക്സിയിലേക്ക് ഇടാണ്, അതായത് നമ്മുടെ മരുന്നിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന ഇതും ഇടാണ്. ഈ മുട്ട നമ്മൾ മാറ്റി വയ്ക്കുകയാണ്, കാരണം നമുക്ക് ഇപ്പോൾ അത് മരുന്ന് ഉണ്ടാക്കാനുള്ളതാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം നമ്മൾ വടിച്ച് ഇതിലേക്ക് ഒഴിക്കണം. ഗ്ലാസ് കഴുകുകയോ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ വടിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം മരുന്നും ഇതിലുണ്ടാക്കുകയാണ്. അപ്പം നമ്മുടെ അതിലുള്ള എല്ലാ ഇതുകളും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. ഇപ്പം നമ്മുടെ മുട്ട ഇതിൽ തന്നെ കിടക്കുന്നുണ്ട്. ഷോൺ ഇത് കാണിച്ച്, നമ്മുടെ മുട്ട ഇതിൽ കിടക്കുന്നുണ്ട്. കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഈ മുട്ട നമ്മൾ വെറുതെ ടീസ്പൂൺ കൊണ്ട് പതുക്കെ പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, പൊട്ടിച്ചു കൊടുത്തു. ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല, നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം വടിച്ച് ഇതിലേക്ക് ഇടുകയാണ്. ഇത് എന്നിട്ട് നമ്മൾ മരുന്ന് ഉണ്ടാക്കി വെച്ച മരുന്ന് നമ്മൾ ഇതിൽ വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ കല്ലിട്ട് വെച്ചിരിക്കുന്ന മരുന്ന് മാറ്റുന്നില്ല, ആ മരുന്ന് അങ്ങനെ തന്നെ വെച്ചിട്ട് അത് നമ്മൾ മാറ്റി വയ്ക്കാൻ കേട്ടോ. അതിന് നമുക്ക് എടുക്കുന്നില്ല, മാറ്റി മൂടി വയ്ക്കുകയാണ് അതിന്. അതവിടെ ഇരിക്കട്ടെ. അത് മാത്രമായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാൻ പോകണം. മുട്ടത്തൊണ്ടും ഒന്നും കളയുന്നില്ല, മുട്ടത്തൊണ്ടും എല്ലാം അതിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ മിക്സിയിലേക്ക് വെച്ചിട്ട്, അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കാണിക്കുമോനെ, നല്ല പാൽ കളറിൽ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇതിലുള്ള എല്ലാ തുള്ളികളും നമ്മൾ ഇതിലേക്ക് നല്ലൊരു അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ്. എന്താ വീഴുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല നൈസായിട്ട്. ഇതൊരു ഗ്ലാസ് ഉണ്ടാവും, നമ്മൾ ഒരു ഗ്ലാസ്സാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട ഇട്ടതും ഈ ഗ്ലാസ്സിൽ തന്നെയാണ് മുട്ട നമ്മൾ
ഈ മരുന്നിൽ മുക്കിയിട്ടിരുന്നത് 24 മണിക്കൂറാണ് ഇടേണ്ടത്. ഇതിൻ്റെ കൂട്ട് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങളിത് കാണിക്കുന്നത് കൊണ്ടാണ്, കാരണം ഇതിൻ്റെ എന്താണെന്നുള്ളത്. പക്ഷേ ഇത് മധുരമല്ല, പുളിയല്ല, ഒന്നുമല്ല. ഒരു ചെറിയ ചവർപ്പും ചെറിയ മധുരവും പോലെ നൈസായിട്ട് സിമ്പിളായിട്ട് കുടിക്കാവുന്ന ഒരു ഇതാണ്. ഒരു കയ്പോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എല്ലാം ഇതിൽ വീണു. ഇനി നമ്മൾ അതിന് ശേഷം കൈ കൊണ്ട് തന്നെ കൈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നഖമൊക്കെ വെട്ടി അഴുക്കില്ലാതെ വേണം. ഒരു മരുന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അഴുക്കുണ്ടാവരുത്, പരിച്ച് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ് കിട്ടും. ഈ മുട്ട കിടന്ന ഗ്യാപ്പ് നമ്മൾ വിചാരിക്കാത്തതാണ്, പക്ഷെ അതല്ല. ഇത് അടിച്ച് കഴിയുമ്പോൾ ആ മരുന്നും അതിലുള്ളത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എടുത്തു. ഇനി ഇത് പതുക്കെ കൈയോട് ഞെക്കി കൊടുക്കുക. അപ്പോൾ ഈ പതയുള്ളത് കൊണ്ട് ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഈ മുട്ടയുടെ തോടിൻ്റെ നൈസ് ഉണ്ടാവും. അതെല്ലാം ഇതിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൽ വീണു. അപ്പോൾ ഇതിൽ ബാക്കി എന്ന് പറയുന്നത് ഇതാ നമുക്ക് കാണാൻ പറ്റും. ആ മുട്ടയുടെ തൊണ്ടിൻ്റെ ഇത് മാത്രമാണ്. അപ്പോൾ നമ്മുടെ യൂറിനിൽ കാൽസ്യം അടിഞ്ഞു കൂടിയിട്ടാണ്. കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലുള്ള കാൽസ്യങ്ങൾ അടിഞ്ഞു കൂടിയാണ് യൂറിനിൽ കല്ലുണ്ടാവുന്നത്. അത് വെള്ളം നന്നായിട്ട് കുടിക്കേണ്ട. അതാണ് മിനിമം 2.5 ലിറ്റർ മുതൽ 4 ദിവസമുള്ള മരുന്ന് എങ്ങനെ ഉണ്ടാക്കണം നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതാ ഇങ്ങോട്ട് നോക്കിക്കോളൂ. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വന്നിട്ട് രാവിലെ 7 മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10:30 ആയിട്ടുള്ള സമയം. ഇവിടെ ലണ്ടനിലെ സമയം 10:30ആണ്. കിച്ചണിൽ കുക്കിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് കിച്ചണിൽ വെച്ച് വീഡിയോ എടുക്കുന്നത്. ഇനി വൈകിട്ട് നൈറ്റ് ഷിഫ്റ്റാണ് ഇപ്പോൾ എല്ലാ ദിവസവും. വൈഫ് രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ 7 മണിക്ക് ഡ്യൂട്ടി ഞാൻ വന്നിട്ട് വൈഫിനെ കൊണ്ടുവിടണം 8 മണിക്ക്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം പിള്ളേരെ ക്ലാസ്സിൽ കൊണ്ടുവിടാനായിട്ട്. അപ്പോൾ തിരക്കുകളുടെ ഇടയിലാണ് വീഡിയോസ് വരുന്നത്. അപ്പോൾ അടുക്കളയിലാണ് ഇപ്പോൾ നമ്മുടെ സജ്ജീകരണങ്ങളുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത്തിരി സൗകര്യം ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം, കാര്യങ്ങളൊക്കെ നോക്കാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മരുന്ന് നല്ലൊരു അരിപ്പ വേണം, 2 ചെറുനാരങ്ങ വേണം. ഇത് ചെറുനാരങ്ങ നമ്മുടെ നാട്ടിലെ ചെറുനാരങ്ങയാണെങ്കിൽ ഒരു 6 എണ്ണം വേണ്ടി വരും നീരെടുക്കാനായിട്ട്. ഇത് നമുക്കിപ്പോൾ ഇവിടുത്തെ വലിയ നാരങ്ങ, ഈ നാരങ്ങ ആയാലും കുഴപ്പമില്ല, മറ്റേ ചെറുനാരങ്ങ ആയാലും കുഴപ്പമില്ല. 2 നാരങ്ങ ഇവിടെ കിട്ടുന്ന നാരങ്ങ കൂടുതൽ ഇതാണ്, സുലഭമായിട്ട് നല്ലതാണ്, നീരുള്ളതാണ്. പിന്നെ നമുക്കൊരു മുട്ട വേണം, നാടൻ മുട്ട 1 എണ്ണം വേണം. സാധാ മുട്ട കഴുകി നല്ല വൃത്തിയാക്കിയ മുട്ടയായിരിക്കണം. കഴുകി നല്ല വൃത്തിയാക്കിയ മുട്ടയാണ്. പിന്നെ ഇതിപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഒരു പൊട്ടലൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇവിടെ കാട്ടുള്ളിൽ വരുന്നതുകൊണ്ടാണ് ചെറിയ പൊട്ടൽ. ഇതിൻ്റെ നീരൊന്നും പോയിട്ടില്ല. ഇതിങ്ങനത്തെ നല്ല ഒരു മുട്ട, നാടൻ മുട്ട വേണം. പിന്നെ ഒരു ടീസ്പൂൺ വേണം. അപ്പം നല്ല വൃത്തിയുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ് വേണം. ഈ സ്റ്റീൽ ഗ്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മുട്ട നമ്മൾ കഴുകി വൃത്തിയാക്കിയ മുട്ട ഈ സ്റ്റീൽ ഗ്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കിടക്കണം. ഇതാ നമ്മുടെ മുട്ട ഈ സ്റ്റീൽ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ ഇറങ്ങിക്കിടക്കാണ്. ഈ പാത്രം ഇതാണ്, ഇതിൽ വെള്ളമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിത് ഇത് വെച്ചു. നമ്മുടെ അരിപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ചെറുനാരങ്ങ ഒന്ന് എടുക്കണം. അപ്പം നല്ലൊരു കത്തി വേണം. നാരങ്ങ, ചെറുനാരങ്ങ എന്ന് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പറയുന്നത് നാരങ്ങ തന്നെയാണ്, അത് സെയിം തന്നെ. ഒരു നല്ല കത്തിയുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം. അതായത് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെക്കിയിട്ട് നാരങ്ങ ഒന്ന് ഉടച്ച് കഴിയുമ്പോൾ അതിൻ്റെ നീര് നന്നായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുറിക്കുന്നതിന് മുമ്പ് ഉടയ്ക്കുന്നത്. അങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് 2 പീസായിട്ട് മുറിക്കുകയാണ് നാരങ്ങ. എന്നിട്ടാണ് നമ്മൾ ഇതിനുള്ള കിഡ്നി സ്റ്റോണിനുള്ള മരുന്ന്. ഇത് എവിടെയും കിട്ടുന്നത് നാരങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നാരങ്ങ നമുക്ക് സുലഭമാണ്. എവിടെ വേണമെങ്കിലും നാരങ്ങ കിട്ടും. മുട്ടയും സുലഭമാണ്. അതുകൊണ്ട് ഈ മരുന്ന് നമുക്ക് സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് വിജയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിഡ്നി സ്റ്റോണിന് വലിയൊരു ആശ്വാസമാണ്. കാരണം നാടൻ പച്ചമരുന്നുകൾ കാര്യങ്ങൾ അന്വേഷിച്ച് എടുക്കേണ്ടതില്ല. ഇതെന്തായാലും നമുക്ക് ഒന്ന് ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നാരങ്ങ കിട്ടി. ഈ നാരങ്ങ നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ്. നാരങ്ങയുടെ നീര് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നീര് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര അളവിന് വേണമെന്ന് അറിയാനായിട്ട്. ആദ്യത്തെ ദിവസം മാത്രമാണ് നമുക്ക് സംശയം വരുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. കൈയൊക്കെ നന്നായിട്ട് കഴുകണം, അല്ലെങ്കിൽ അതിനകത്ത് ചെളിയൊക്കെ ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ നാരങ്ങ പിഴിയുന്ന മെഷീൻ ഇതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പിഴിയാം. അപ്പോൾ നമ്മൾ നാരങ്ങ പിഴിയുന്നത് വെച്ചിട്ട് പിഴിയുന്നില്ല, പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഉള്ളത്, അതിൽ പൊട്ടിപ്പോവും. പക്ഷേ നമ്മുടെ കൈക്ക് നല്ല ബലമുള്ളതുകൊണ്ടെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നാരങ്ങയുടെ ഇതെല്ലാം പിഴിഞ്ഞെടുത്തു. ഇനി ഒന്നും കൂടി ഇത് ചെയ്യാണ്. ഇനി നമ്മൾ ഇതൊക്കെ അല്ലിയൊക്കെ വീണാലും കുരു വീണാലും കുഴപ്പമില്ലാതെ നമ്മൾ മാറ്റും. അപ്പോൾ ദിവസം 4 നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ഒഴിക്കും. അതിന് ശേഷം നമ്മൾ എന്തോരം വേണമെന്ന് നോക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചില്ല് ഗ്ലാസ് ഉപയോഗിക്കാതിരിക്കും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില്ല് ഗ്ലാസ് ചിലപ്പോൾ ഈ നാരങ്ങ 5-6 ദിവസം ഉപയോഗിക്കുമ്പോൾ അസിഡിറ്റി പവർ കൊണ്ട് ചൂടുവെള്ളം വീണ് ചിലപ്പോൾ പൊട്ടാനുള്ള ടെൻഡൻസി കൂടുതലാണെന്നാണ് എൻ്റെ അറിവ്. ചൂടുവെള്ളം കാരണം വെച്ചാൽ ഇത് ഹെവി ആയിട്ടാണ്, നമ്മൾ വെള്ളമൊന്നും മിക്സ് ചെയ്യുന്നില്ലല്ലോ. ആ സമയത്ത് നാരങ്ങ വെള്ളം കലക്കുമ്പോൾ
വെള്ളം മിക്സ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, അതിൻ്റെ കാഠിന്യം കുറയും. പക്ഷേ ഇത് ഹെവി ആയിരിക്കും, കാരണം വെച്ചാൽ ഇത്രയും അസിഡിറ്റി ഈ നാരങ്ങയിലുള്ളത് കൊണ്ട്. വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ 24 മണിക്കൂർ ഇരിക്കേണ്ടത് സാഹചര്യം ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ കൈമേത്ത ഇതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഗ്ലൗസ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഇട്ട് ഉപയോഗിക്കാം കേട്ടോ. ഗ്ലൗസ് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ കത്തി വെച്ചിട്ട് നമ്മുടെ അരിപ്പയിൽ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക്, മുട്ടയുടെ മുകളിലേക്ക് ഇത് ഒഴിക്കുകയാണ്. നീരരിപ്പ കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ നാരങ്ങയുടെ തൊണ്ടോ കുരു ആ അല്ലിയുടെ ഉള്ളിലുള്ള ഇതൊന്നും അതിൽ വരത്തില്ല. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ നാരങ്ങ പിഴിഞ്ഞപ്പോൾ നമുക്കൊരു 3/4 ഇതോളം കിട്ടിയിട്ടുണ്ട്. മുട്ട പൊന്തിയൊന്നും വരത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ആയിട്ടുണ്ട്. ഒരു ഇത്തിരി കൂടി വേണം നമുക്ക്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എടുത്തത് ഞാൻ മുറിച്ച ഒരു നാരങ്ങയുടെ കുറച്ച് എടുത്തതിൻ്റെ, കാരണം വെച്ചാൽ ഇത് ഫുൾ ഗ്ലാസ് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് വേസ്റ്റ് ആക്കണം വെച്ചിട്ട്. അടുത്ത നാരങ്ങ മുറിച്ച് വേസ്റ്റ് ആക്കി വെക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഈ നാരങ്ങയുടെ നീരുകൊണ്ട് നമുക്ക് നടക്കുന്നത് നോക്കാം. ഇപ്പോൾ ഒരു പകുതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 1.5 നാരങ്ങയുടെ ആവശ്യം നമുക്കില്ല. ഒരു നാരങ്ങയും കുറച്ച് നീരിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നാട്ടിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിൽ കുറച്ച് പിഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ. നാരങ്ങ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്, കാരണം ഇത് പൗണ്ടാണ് വില. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്തായാലും വില നമ്മൾ പൈസ മുടക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അത് വേസ്റ്റായി കളയേണ്ട ആവശ്യമില്ല. മാക്സിമം നമുക്ക് നീര് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞെക്കിയെടുക്കാം, അല്ലെങ്കിൽ പ്രസ്സർ ഉണ്ടെങ്കിൽ പ്രസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ടെക്നോളജിയാണ്. അപ്പോൾ നമുക്കിനി നോക്കാം, ഇതുകൊണ്ട് നമ്മുടെ ആവശ്യം നടക്കുമോ നോക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യം നടന്നിട്ടില്ല, കാരണം വെച്ചാൽ ഒരു നാരങ്ങയുടെ 1.5 നാരങ്ങ വേണ്ട, എന്നാൽ 1.5 നാരങ്ങയുടെ നീര് വേണം താനും, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്കിപ്പോൾ ഇത് പകുതിയായിട്ട് മുറിച്ചിട്ട് ഉടയ്ക്കുന്നില്ല ഞാൻ. ഇപ്പോൾ ഉടച്ചില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ പകുതി എടുത്തു വയ്ക്കുകയാണല്ലോ, അതുകൊണ്ടാണ്. നമുക്ക് ഇത് മുക്കിയെടുക്കാം. ഇതൊന്ന് ഞെക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇത് മതിയാവും. ഇത് നാളേക്ക് ബാക്കി നമുക്ക് പിറ്റേ ദിവസം എടുക്കാനായിട്ട് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അതാക്കിയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ കൈ കൊണ്ട് താത്തുമ്പോൾ ചെറുതായിട്ട് മുട്ട ഒന്ന് പൊന്തി വരും ചെറിയ ഇതിൽ. അപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മുട്ടയുടെ മോൾ വശം മാത്രം മുട്ടയൊന്ന് കൈ കൊണ്ട് പിടിച്ചിട്ട് കേട്ടോ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ താന്നിക്കാണ് ഈ മോൾ വശം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് ഈ അസിഡിറ്റിയുടെ ഇത് ഇറങ്ങുമ്പോൾ മുട്ട താന്നിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതാ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം മുങ്ങി നിൽക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ആ കണ്ടൻറ്റ് അവിടെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. നമുക്കിത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മുടെ മുട്ട മൊത്തം പൊട്ടിച്ചിടുന്നില്ല, അതിൻ്റെ മോൾ വശം മാത്രം പൊട്ടിച്ചിട്ട് മുട്ടേനെ അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് നമ്മൾ അടച്ചു വെച്ചു. ഇങ്ങനെ കൈ കഴുകി വൃത്തിയാക്കട്ടെ. അപ്പോൾ നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ സാധനം. അതായത് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നാരങ്ങയും നാടൻ കോഴിമുട്ടയാണ്. ഇത് ഇനി 24 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന അവസ്ഥയാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇനി അടച്ചു വെക്കാൻ പോവുകയാണ്. അടച്ചു വെക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പാത്രം, ഇതിനും പറ്റുന്ന പാത്രം ഇട്ട് അടച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്ലാസ്സിന് നിറച്ച് നിർത്തരുത്. നിറച്ച് ഇത് കുറച്ച് കഴിയുമ്പോൾ പത പോലെ വന്ന് കുറച്ച് പത വരും. അപ്പോൾ അത് ഇതാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിറഞ്ഞു പോകത്തൊന്നുമില്ല. ഇതിങ്ങനെ വെച്ചു. ഇനി നമ്മളിത് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് 24 മണിക്കൂർ കഴിയുമ്പോൾ ഒരു നല്ല ചെറിയ പ്ലേറ്റോ കാര്യങ്ങളിട്ടിട്ട് അത് അടച്ചു വയ്ക്കാം. ഇത് 24 മണിക്കൂർ കഴിയുമ്പോൾ, അതായത് ഇപ്പോൾ രാവിലെ സമയം 10 മണി കഴിഞ്ഞു ഇവിടെ. അപ്പോൾ നാളെ രാവിലെ 10 മണിക്കാണിത് വീണ്ടും കുടിക്കുന്നത്. കാരണം രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് ഒന്ന് ഇത് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇത് വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇത് വെറും വയറ്റിൽ മിക്സിയിലടിച്ച്
നിങ്ങൾ കാണിച്ചതുപോലെ തന്നെ മിക്സിയിൽ അടിച്ച് അത് അരിച്ചെടുത്ത് അത് അങ്ങനെ കുടിക്കുക. അതിൽ മധുരമോ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു മുട്ടയുടെ ടേസ്റ്റും നാരങ്ങ ടേസ്റ്റും ഉണ്ടാകുന്ന ഒരു പ്രത്യേക ടേസ്റ്റ്. നല്ല ഇതാണ്, കുഴപ്പമൊന്നുമില്ല. കയ്പോ അല്ലെങ്കിൽ ചവർപ്പോ പാവയ്ക്ക് കഴിക്കുന്ന അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. വളരെ നല്ലൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ കുടിക്കുക. അങ്ങനെ കുടിച്ചിട്ട് അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. വെള്ളം കുടിക്കേണ്ടത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ ഭക്ഷണവും വെള്ളവും കുടിക്കാവൂ. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ 2 മണിക്കൂർ കൊണ്ട് ഇത് നമ്മുടെ കിഡ്നി ചെന്ന് അവിടെ കിടക്കുന്ന കല്ലിനെ അനക്കി അവനെ ഒന്ന് ഇതൊക്കെ ചെയ്ത് പൊടിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പൊടിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് 2 മണിക്കൂർ കഴിയുമ്പോൾ ഭക്ഷണം നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വൈകിട്ട് നാട്ടിലൊക്കെ കിടക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 10 മണിക്ക് കിടക്കുന്നു. അപ്പോൾ 10 മണിക്ക് കിടക്കുമ്പോൾ നമുക്കൊരു വൈകിട്ട് 10 മണിക്ക് കിടക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് രാവിലെ ആവത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് തലേദിവസം രാവിലെ, അതായത് കുടിച്ചു കഴിയുമ്പോൾ രാവിലെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഓഫീസിനൊക്കെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആൾക്കാരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ രാവിലെ 5 മണിക്ക് ഉണ്ടാക്കി വെക്കുക. 5 മണിക്ക് കഴിച്ചാൽ പിറ്റേ ദിവസം വെളുപ്പിന് നമുക്ക് 5 മണിക്ക് കഴിക്കുക. 7 മണിക്ക് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള സൗകര്യം കിട്ടും. ഈ ഒരു 5 ദിവസം 7 ദിവസം 9 ദിവസം കഴിക്കുന്നത് മാക്സിമം നല്ലതാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് എടുക്കാം. അപ്പോൾ ഞാൻ 6ാമത്തെ ദിവസമാണ് കഴിക്കുന്നത്. 5ാമത്തെ ദിവസത്തെ മുട്ട കഴിച്ചു. 6ാമത്തെ ദിവസത്തേനെ ഇപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിടുന്നത്. ഇനി 9ാമത്തെ ദിവസം റിസൾട്ടും നിങ്ങളോട് കാണിക്കും. അപ്പോൾ നമ്മൾ പിന്നെ ഡെയിലി വെള്ളം എന്ന് പറയുന്നത് നമ്മൾ 1/2 ലിറ്ററിൻ്റെ കപ്പിൽ, ഈ കപ്പ് എന്ന് പറയുന്നത് 500 ml ആണ്. അപ്പോൾ ഈ 500 ml കപ്പിൽ നമ്മൾ ഒരു 8 കപ്പ് വെള്ളം കുടിക്കുക. അപ്പം 4 ലിറ്റർ വെള്ളം. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം നമ്മൾ 1/2 ലിറ്റർ വെള്ളം വീതം കുടിക്കുക. യൂറിൻ നന്നായിട്ട് പോയതിന് ശേഷം നമ്മൾ യൂറിൻ പാസ് ചെയ്ത് പോയതിനു ശേഷം വീണ്ടും കുടിക്കുക. അപ്പോൾ നമുക്കൊരു 2.5 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെയൊക്കെയാണ് ഒരു നോർമലി നല്ല ഇതുള്ള ആളുകൾ കുടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് വയ്യാത്തതിൻ്റെ പേരിലാണ് നമ്മൾ 4 ലിറ്റർ 3 ലിറ്റർ 4 ലിറ്റർ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ 2.5 ലിറ്റർ കുടിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഇച്ചിരി വെള്ളം കൂടുതൽ, പക്ഷേ വെള്ളം ഒരുപാട് കൂടുതൽ കുടിച്ചാൽ നമ്മുടെ കിഡ്നിക്ക് ലോഡ് വരും. അപ്പോൾ കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കുക. നമ്മുടെ യൂറിൻ പോയതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കുടിക്കുക. അപ്പോൾ അങ്ങനെ കുടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഇത് കിട്ടും. യൂറിനിലൂടെ ഇത് പോകും. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വേദന ഒരുപാട് ആശ്വാസമുണ്ട്. ഞാനിവിടെ കുത്തി മറിയായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിനി നാളെ രാവിലെ ഞാൻ കുടിക്കുന്നത് ഇപ്പോൾ കാണിച്ചു, അത് വീണ്ടും ഇപ്പോൾ കാണിക്കുകയാണ്. രാവിലെ ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുടിക്കുന്നത് 24 മണിക്കൂർ ആണ് ഇത് ഇരിക്കേണ്ടത്. അപ്പോൾ ഞാനിത് തട്ടിമറിച്ച് കളയാതിരിക്കാൻ വേണ്ടി ഞാൻ വെക്കുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ലാതെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ്. ഈ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കയറ്റി ഇങ്ങനെ വെക്കും. അപ്പോൾ പിന്നെ ഇത് ഇവിടെ ഇരുന്നോളും. നമ്മൾ ഇതുണ്ടാക്കി ഇനി സേഫായ സ്ഥലത്ത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ മുകളിലോ പിള്ളേർ തട്ടിക്കളയാതിരിക്കാനോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുക. ഫ്രിഡ്ജിൻ്റെ ടോപ്പിൽ വയ്ക്കുക. അപ്പോൾ പിന്നെ അവിടെ ആരും പെട്ടെന്ന് ചെന്നിട്ട് ഒരു ഇത് എടുക്കുന്നതോ തട്ടിക്കളയുന്നതോ ഉള്ള അവസ്ഥ ഉണ്ടാവില്ല. താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തട്ടിമറിഞ്ഞ് പോയാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ കിഡ്നി സ്റ്റോൺ ആയിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങളും കാര്യങ്ങളുള്ള ആളുകൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് 100% റിസൾട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം 6ാം ദിവസമായപ്പോഴേക്കും എൻ്റെ മാറ്റമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. 9ാം ദിവസത്തെ മാറ്റവും നിങ്ങൾക്ക് വീഡിയോ ഇടും. എൻ്റെ അനുഭവം ഞാൻ വീഡിയോ ഇടും. ഛർദിൽ, പനി, അങ്ങനത്തെ അസ്വസ്ഥത കാര്യങ്ങൾ, ബ്ലഡ് പോവുക യൂറിനിൽ കൂടെ, അല്ലെങ്കിൽ യൂറിൻ ഒഴിക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള ഓവറായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഷിവറിങ് ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് പനിയുടെ തുള്ളലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ സഹായം തേടണം. പക്ഷേ എനിക്ക് ഇതൊന്നും സിംറ്റം ഉണ്ടായിരുന്നില്ല. എൻ്റെ ബോഡി അങ്ങനെ എന്താണെന്നറിയില്ല. എനിക്ക് കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് മരുന്ന് കിട്ടിയത് തന്നെ 15 ദിവസത്തിന് ശേഷമാണ് മരുന്നിൻ്റെ ഒരു ഇത് കിട്ടിയത് തന്നെ. അപ്പോൾ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് ഡോക്ടറെ കാണേണ്ട വന്നില്ല. മരണവും ജീവിതവും മുന്നിൽ കാണുന്ന നിമിഷമാണ്. കാരണം ആ വേദന വരുമ്പോൾ നമ്മൾ വിചാരിക്കും മരിച്ചു പോയാൽ മതി എന്ന് വിചാരിക്കും. അപ്പോൾ അത്രയ്ക്കും ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പോൾ കാരണം നമ്മുടെ ചെറിയ ഞരമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കല്ല് കിടന്ന് ഇങ്ങനെ ഉരയുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തതും കിഡ്നിയിൽ വരുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ റെഡ് മീറ്റുകൾ ഒഴിവാക്കുക. അതിനുശേഷം ഇത് മാറിയതിന് ശേഷം റെഡ് മീറ്റുകൾ ഒഴിവാക്കിയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ ഇലവർഗ്ഗങ്ങൾ, ഇലക്കറികൾ കാര്യങ്ങളൊക്കെ, പച്ചക്കറി കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. എനിക്കിത് 2004 സൗദിയിലായിരിക്കും വന്നിട്ടുണ്ട്. അന്ന് ഞാൻ യൂറിനിൽ കൂടെ എനിക്ക് പാസ് ചെയ്ത് പോയി. അത് ഞാൻ അറിഞ്ഞു പാസ് ചെയ്ത് പോയപ്പോൾ. കാരണം അന്ന് അവിടെ ഗോതമ്പിൻ്റെ ബീറ് കിട്ടുമായിരുന്നു. അത് നല്ല രീതിയിൽ കുടിച്ചു വയറ് നന്നായിട്ട് ഇത് ചെയ്തിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കണ്ടു. പക്ഷെ വന്നതിന് ശേഷം ഗോതമ്പിൻ്റെ ബീറ് കുടിച്ചിട്ടാണ് അത് അന്ന് അങ്ങനെ പോയത്. അപ്പോൾ ഞാൻ എത്ര കുപ്പി ബീറ് കുടിച്ചെന്ന് വെച്ച് നിങ്ങളോട് പറഞ്ഞാൽ 36 കുപ്പി ബീറ്, 250 ml 36 കുപ്പി ബീറാണ് ഞാൻ കുടിച്ചത്.
അന്ന് അത്രയും കുടിച്ചതിന് ശേഷം അത് യൂറിൻ കൂടെ പാസ് ചെയ്ത് പോയി ദൈവം കൊണ്ട് പിന്നെ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് വീണ്ടും വന്നു. ഇത് വരുന്നതിന് കാരണം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഹാർഡ് വർക്കും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. പിന്നെ നമ്മൾ വെള്ളം കൂടി കുറയുന്നത്. ഇപ്പോൾ എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് പോരലറ്റിലേക്ക് പോരുന്നതിന് ഒരാഴ്ച മുമ്പ്, ഒരു 15 ദിവസം മുമ്പ് നല്ല തിരക്ക് പിടിച്ച വർക്കുകളും കാര്യങ്ങളും പോരുന്നതിൻ്റെ സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഒരിക്കലൊക്കെ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെള്ളം ഡെയിലി ഒരു 6 ലിറ്റർ വെള്ളം കുടിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ തണുപ്പായാലും മഴയായാലും പിള്ളേർ അപ്പം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അപ്പം തന്നെ നമുക്ക് വീട്ടിലുള്ളവർ അപ്പം തന്നെ ഒരു കപ്പ്, 1 ലിറ്ററിൻ്റെ കപ്പിൽ വെള്ളം കലക്കി തരും. നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ മറ്റുള്ള വെള്ളം. കാരണം ഞാനത് മസ്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ആയാലും ഞങ്ങളിപ്പോൾ പിള്ളേരോട് എല്ലാവരും പറയുന്നത് നമ്മൾ കുടിക്കണം എന്ന് പറയുന്നത് തന്നെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പച്ചവെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരിക്കാനായിട്ട് വലിയ പാടാണ് ഇല്ലേ. അപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കുടിക്കും, നല്ലതാണ്. അങ്ങനെ യൂറിൻ പാസ് ചെയ്ത് പോകും. അപ്പോൾ ഇത് ഞാൻ തന്നെ വരുത്തി വെച്ചതാണ്. നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വീട്ടിലായാലും പുറത്ത് പോയാലും വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇത് ചെയ്യുക. യൂറിൻ വഴിയാണ് നമ്മുടെ കുറേ അസുഖങ്ങൾ, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ 60-70% എൻ്റെ ഒരു ഉദ്ദേശ കണക്കാണ്, ശരീരത്തിലെ അസുഖങ്ങൾ വരാതിരിക്കുന്നതിന് കാരണം നമ്മൾ വെള്ളം കുടിച്ച് നമ്മുടെ യൂറിനിലൂടെ അഴുക്കും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോയി നമ്മുടെ ബോഡി ക്ലീൻ ചെയ്ത് നിൽക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ കൂടുതൽ വരാതിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൃത്യനിഷ്ഠയായ ഉറക്കം 7 മണിക്കൂർ 8 മണിക്കൂർ നമ്മൾ റെഗുലറായിട്ട് ഉറങ്ങിയിരിക്കണം, മസ്റ്റായിട്ട് ഉറങ്ങിയിരിക്കണം. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരം ബാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഞാനൊരു കഥ പറഞ്ഞതല്ല, ഞാൻ ഇതിൻ്റെ കാര്യം വ്യക്തമാക്കി പറഞ്ഞു എന്ന് മാത്രം. ഇതൊരു വലിച്ചു നീട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പോൾ എനിക്കെൻ്റെ അനുഭവം പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ പറഞ്ഞത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് 13ാമത്തെ ദിവസമാണ്. അതായത് നമ്മുടെ കിഡ്നി സ്റ്റോണിൻ്റെ വന്നിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഇത് പറയാമെന്ന്. ഞാൻ അന്ന് വീഡിയോ കാണിക്കുന്നത് 7ാം ദിവസം 8ാം ദിവസമാണ് നമ്മൾ കാണിച്ചത്. പക്ഷേ എനിക്ക് 9ാം ദിവസം മുതൽ വേദന ഇല്ലാതായി. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ 9, 10, 11, 12 ഞാൻ കുടിച്ചിരുന്നു. കാരണം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പോകട്ടെ വെച്ചിട്ട്. ഇത് പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിനിലൂടെ കല്ല് പൊട്ടി അതിൻ്റെ തരി പോയിട്ടല്ല നമുക്ക് അനുഭവപ്പെട്ടത് ഈ കുടിച്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു. കാരണം ആദ്യം തന്നെ നമ്മൾ ഒരു വെള്ളം വരെ ഒരു ദിവസം കുടിച്ചിട്ട് 2 ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ പ്യുവർ വൈറ്റ് ആയിട്ടാണ് പോയത്. പക്ഷേ ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങി എന്താണ് നമുക്ക് സംഭവിച്ചത് വെച്ചാൽ ആ യൂറിൻ പോകുമ്പോൾ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കളർ വ്യത്യാസം ഉണ്ടാവും. അതെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ഈ കല്ല് അലിയുന്നതനുസരിച്ചിട്ട് യൂറിനിലൂടെ ഒരു കളർ വ്യത്യാസവും ചെറിയ പതയായിട്ട് പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടത്. ഇപ്പോൾ 8ാം ദിവസം മുതൽ നമുക്ക് ഒരു വേദനയില്ല, വളരെ ഹാപ്പിയാണ്. ഇവിടെ ഇപ്പോൾ എന്താണ് നമുക്ക് ഈ മരുന്ന് കഴിച്ചിട്ട് ഭയങ്കര നല്ല എഫക്റ്റീവ് ആയിരുന്നു. കാരണം അതുപോലത്തെ വേദനയായിരുന്നു. നമുക്കറിയാമല്ലോ, എല്ലാവർക്കും തന്നെ അറിയാം. ഈ കിഡ്നി സ്റ്റോണിൻ്റെ വേദന വരുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയാണ്. നമുക്ക് അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം പക്ഷേ ഈ ഒരു ഒറ്റമൂലി നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പം എല്ലാവർക്കും അതൊരു പ്രയോജനപ്പെട്ടെന്ന് കരുതിയാണ് ശരിക്കും വീഡിയോ എടുക്കാൻ തന്നെ ഒരു ഇതുണ്ടായത്. ഇത് എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് ഒറ്റമൂലി വാങ്ങിക്കാൻ കഴിക്കാന്നൊക്കെ പറയും. പക്ഷേ കഴിച്ച പലരും നല്ല അനുഭവങ്ങളുള്ള പല ഒറ്റമൂലി കഴിച്ചിട്ട് അനുഭവമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ UK ആയതുകൊണ്ട് ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഏകദേശം ഒരു 10ാം തീയതി ഒപ്പിച്ച് സാധനം നാട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒറ്റമൂലി മരുന്ന് പാലക്കാട് നിന്ന് സിസ്റ്റേഴ്സ് നൽകുന്ന മരുന്ന് നമുക്ക് എത്തിച്ച് തന്നിട്ട് നമ്മൾ വീട്ടിലുണ്ട്. പക്ഷേ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആൾക്കാരെ നമുക്ക് വരുന്ന ആൾക്കാരെ കിട്ടും. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് ആരും നാട്ടിൽ പോയി വരുന്ന ആളുകളില്ല. ഇനി ഉള്ളത് ഈ 30ാം തീയതി തൃശ്ശൂരിൽ നിന്ന് വരുന്നൊരു സുഹൃത്തുക്കളാണുള്ളത്. പക്ഷേ നമുക്ക് അത്രയും പിടിച്ചിരിക്കാനുള്ള വേദനയുടെ പ്രശ്നങ്ങൾ, അതുപോലെ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നീടാണ് നമ്മുടെ സിസ്റ്റർ ആൻറ്റി വഴിയായിട്ട്, ദീപയുടെ കസിനാണ് ഒരു ആൻറ്റി ഉണ്ട്, റോസം ആൻറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി വഴിയായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു അവിടെ സിസ്റ്ററിന് വന്നിട്ടുണ്ടായിരുന്നു. സിസ്റ്ററിനോട് പറയുന്നുണ്ട്. ആ സിസ്റ്റർ എനിക്ക് ഇത് അയച്ചു തന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ജീപ്പിനെ കണ്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ പക്ഷേ അത്ര നേരം നമുക്ക് പിടിച്ച് നിൽക്കാനുള്ള ഒരു ഗ്യാപ്പില്ലായിരുന്നു. കാരണം നന്നായിട്ട് വേദനയായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ആൻറ്റി ഉണ്ട്, അപ്പോൾ ആൻറ്റിയോട് പറഞ്ഞിങ്ങനെ. അപ്പോൾ ആൻറ്റി ഉപയോഗിച്ച ഒരു സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ അതെന്ന് വെച്ചാൽ ആൻറ്റി ആ സിസ്റ്റർ എനിക്ക് പരിചയമുള്ളതാണ്. ഞാൻ കണ്ട് പരിചയമുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഇങ്ങനെ റോസം ആൻറ്റി എന്നാണ് ആൻറ്റിയുടെ പേര്. അവർ FCC കോൺവെൻറ്റിലാണ്. അപ്പോൾ അവിടെ ബെസ്റ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്ററിനെ ആൻറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഒറ്റമൂലി ഉണ്ട്, വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കഴിച്ചിട്ടുള്ളതാണ്, എനിക്കത് സുഖം കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അപ്പോൾ തന്നെ വോയിസ് അയക്കുകയും അതുപോലെ എന്നെ വിളിച്ച് ആൻറ്റി സിസ്റ്റർ എന്നെ അവിടെ നിന്ന് വിളിക്കും. ആൻറ്റി വിളിച്ച് ഒരു ദിവസം ഫുള്ളായിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്ത് പറഞ്ഞൊക്കെ തന്നു. അപ്പോൾ ഞാനും ഈ പറഞ്ഞ മാതിരി കുറച്ച് എത്രയും പെട്ടെന്ന് മാറണം എന്നുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു അനുഭവം പറഞ്ഞതുകൊണ്ടും
ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു 7 ദിവസം മുമ്പ് നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് തോന്നി തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ പിന്നീട് കഴിച്ചപ്പോഴാണ് ഇതിന് കിട്ടിയത്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഒരു ഒറ്റമൂലിയോടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. നമുക്ക് ടൈം എടുക്കും. അതുപോലെ തന്നെ വരുന്ന ആളുകൾ കൃത്യമായിട്ട് കിട്ടണം. നമുക്ക് ഇത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി ഏത് ലോകത്തിൻ്റെ എവിടെയുള്ള ആളുകൾക്കായാലും ഒറ്റമൂലി എന്ന് പറയുന്ന ഈ ഒറ്റമൂലി നമുക്ക് സ്വന്തമായിട്ട്, അതായത് അവിടെ തന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളതും അതുപോലെ തന്നെ വീടുകൾ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഏത് ഇതിലും അന്വേഷിച്ചാലും അപ്പം തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പിൽ പോയാൽ കിട്ടുന്ന ഒറ്റമൂലിയാണ്. അതാണ് ഞാൻ ഇതിനെ എത്രയും വേഗം നിങ്ങളെ അറിയിക്കുന്നത്. നമ്മൾ കഴിച്ചിട്ട് എത്ര ദിവസം കൊണ്ടാണ്? നമ്മളിപ്പോൾ 7 ദിവസം കഴിച്ചപ്പോഴേക്കും നമുക്ക് നല്ലൊരു ആശ്വാസം തോന്നി. പക്ഷേ 8-ാം ദിവസം നമ്മൾ കഴിച്ചു, 9-ാം ദിവസം കഴിച്ചു, 10-ാം ദിവസം കഴിച്ചു, 11 കഴിച്ചു, 12 കഴിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു റിസൾട്ട് ഉണ്ടെന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ പല രീതിയിൽ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് അതിൻ്റെ പെയിനോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടുന്നില്ല. അതാണ് നമ്മൾ ഹാപ്പി. കാരണം അല്ലെങ്കിൽ അന്ന് ഞാൻ സംസാരിച്ച് പറഞ്ഞിരുന്നു എൻ്റെ പെയിൻ അത്രയ്ക്ക് ഇതാണ്. കാരണം ഇത് അനുഭവിച്ചവർക്ക് അറിയാം, മരിച്ചാൽ മതിയെന്ന് തോന്നിപ്പോകുന്ന അത്രയും വേദനയാണ്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റോണിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമുക്കവിടെ ഇത് മരുന്ന് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ 7 ദിവസം കഴിച്ചാൽ മതി മാറുമെന്ന് വിചാരിച്ചു, ചെറുതാണെന്ന് വിചാരിച്ചല്ല, ഇത്തിരി വലിപ്പം കൂടിയതാണെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് അത്രയും വേദന ഉണ്ടായിരുന്നു. അപ്പോൾ 9 ദിവസമാക്കി, എന്നിട്ട് ഞാനത് 11 ദിവസമാക്കി, ഇപ്പോൾ 12 ദിവസമാക്കി. പക്ഷേ നമ്മൾ എപ്പോഴും 5, 7, 9, 11, 13 അങ്ങനെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ 12-ാം ദിവസമാണ് ഇന്നലെ കഴിച്ച് അവസാനിപ്പിച്ചത്. അപ്പോൾ 13-ാം ദിവസത്തെ മരുന്ന് എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ അത് ഞാൻ കഴിക്കുകയാണ്. കാരണം വെച്ചാൽ എനിക്ക് ആശ്വാസമായി. എൻ്റെ റിസൾട്ട് ഞാൻ 100% സന്തോഷവാനാണ് അല്ലേ? കാരണം അത്രയും നമ്മൾ വേദന അനുഭവിച്ചതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ വേറെ ഇതൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സൈഡ് എഫക്റ്റ് ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ 2 ദിവസം കൂടുതൽ കഴിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് സുഖമായി കഴിഞ്ഞ് നിർത്തുക. കാരണം നമ്മൾ വേറെ കൊടുത്ത് ഇത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതാ 13-ാം ദിവസം മരുന്നാണ്. അപ്പോൾ ഞാനിത് 13-ാം ദിവസത്തെ ഇന്നും കൂടി കുടിച്ച് ഇത് അവസാനിപ്പിക്കുകയാണ്. കാരണം 12 ദിവസം കുടിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷവാനാണ്, നല്ല സുഖം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി കുടിച്ച് 13-ാമത്തെ ദിവസത്തെ ആ മരുന്നിൻ്റെ ക്രമം തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഇത് നമുക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ചെറിയ ചവർപ്പ്, ചെറിയ മധുരം, ചെറിയൊരു പുളി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സുഖമായിട്ട് കുടിക്കാവുന്നത് തന്നെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നു, ഞാൻ ഇവിടുത്തെ ഈ നമ്മൾ വന്ന നാട്ടിലുള്ള ഒരു വെള്ളാറങ്കല്ല് എടുത്തിട്ട് അത് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ മരുന്നിലിട്ട് വെച്ചിരുന്നു. കാരണം വെച്ചാൽ നമുക്കുണ്ടാവുന്ന കിഡ്നിയിൽ വരുന്ന സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കാൽസ്യം അടിഞ്ഞുകൂടിയാണ് സ്റ്റോണായി മാറുന്നത്. അപ്പോൾ ഇത് വെള്ളാരങ്കല്ല് ഇട്ട് വെച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഈ പ്രവർത്തനം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പരീക്ഷ നടത്തിയതാണ്. ഞാനിത് 5-ാം ദിവസം ഇട്ട് വെച്ച വെള്ളാരങ്കല്ലാണ്. ഇന്നേക്ക് 13-ാമത്തെ ദിവസമായി. അപ്പോൾ 6, 7, 8, 9, 10, 11, 12, 13 8 ദിവസമായി ഈ വെള്ളാരങ്കല്ല് ഈ മരുന്നിൽ കിടക്കുന്നു. ഈ കല്ലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് 4 ദിവസം എടുത്ത് നോക്കിയപ്പോൾ ഞാൻ തരിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ കിഡ്നിയിൽ നമ്മൾ കഴിച്ച് മരുന്ന് ചെന്ന് കഴിയുമ്പോൾ അതുമ്മ കിടന്ന് ഇതായി അത് അലിഞ്ഞടിച്ച് കളയുക എന്നുള്ളതാണ്. പൊടിച്ചു പൊടിഞ്ഞു പോകണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കിഡ്നിയിൽ നമ്മുടെ യൂറിനിലൂടെ പാസ് ചെയ്യുമ്പോൾ വേദന ഇല്ലാതെ പതയായിട്ടും കളർ വ്യത്യാസത്തിൽ വന്ന് അത് അടിഞ്ഞു പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. അപ്പോൾ ഞാനിത് ഇപ്പം നിങ്ങളെ ഈ അരിപ്പയിൽ അരിച്ച് കാണിക്കാം. നമ്മുടെ കല്ലിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കല്ലിൻ്റെ ഉള്ളിലുണ്ട്. എന്താ നമ്മളിട്ട് വെച്ച കല്ലാണിത്. ഈ കല്ല് ഇട്ട് വെച്ചപ്പോൾ അന്ന് ഇട്ട് വെച്ചപ്പോൾ ഞാൻ കാണിച്ചിരുന്നു. കല്ലിന് ഇച്ചിരി ഇതുണ്ടായിരുന്നു. ഈ കല്ല് കുറച്ച് ഇതുണ്ട ഈ കല്ലും എന്ന് ഇതിങ്ങനെ ഇതുണ്ട അതിന് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന മാറ്റം വന്നിട്ടുള്ളതാണ്. ഇത് കുറച്ച് തരികളുടെ ഒരു ചെറിയ ഇതും കാണുന്നുണ്ട്. ഇതിമത്തെ ചെറിയ ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ നമുക്ക് കല്ലാണ്, നമുക്കറിയാം അത് ചെണ്ടുമ്പോൾ പോകണം. അപ്പോൾ അതേമാതിരി അല്ലല്ലോ കാൽസ്യം എന്ന് പറയുന്നത് നമുക്ക് വന്ന് ഉണ്ടാകുന്നതാണ്. ഇത് അങ്ങനെയല്ല. ഇത് പക്ഷേ വേണ്ട. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. എന്തായാലും ഇത് നമുക്ക് വലിയൊരു ഗുണം കിട്ടിയ കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ എന്തായാലും കിഡ്നി സ്റ്റോൺ ഉള്ളവരും ഇനി വരാൻ പോകുന്നവരും ഈ വന്നവരും ആർക്കെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മരുന്നിൻ്റെ കൂട്ട് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ചെറുനാരങ്ങയും കോഴിമുട്ടയും. അത് നാടൻ കോഴിമുട്ട, അതായത് നമുക്കറിയാം വൈറ്റ് മുട്ടയല്ല, മറ്റേ മുട്ടയാണ്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ ആ മുട്ട നമ്മൾ ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡുകൾ ഞങ്ങൾ കാണിച്ചു. അപ്പോൾ നമ്മുടെ എന്തായാലും വളരെ ഹാപ്പിയാണ്. ഹാപ്പിയല്ലേ നമ്മൾ ഹാപ്പിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹാപ്പി വെച്ചാൽ കല്ല് പോയതിൻ്റെ ഹാപ്പിയാണ്. വേദന പോയതിൻ്റെ വേദന മാറിയതിൻ്റെ നമുക്കൊരു അസ്വസ്ഥത പറയാൻ നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വേദന വരുമ്പോൾ ഒരു കാര്യം.
അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, അത് ലൈക്ക് അടിക്കുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അനുഭവങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ നിന്നുള്ള വീഡിയോസൊക്കെ റെഗുലറായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എം വെറൈറ്റി മിനോഷ് റാഫേൽ, ടാറ്റാ, ബൈ ബൈ, സീ യു.